വീണ്ടും ദാദ്രിയുടെ ആവർത്തനം. ആഗ്രയിൽ പശുവിനെ കൊന്നെന്നാരോപിച്ച യുവാക്കളെ ആക്രമിച്ചു. രണ്ടുപേരുടെ നില ഗുരുതരം. വിവരങ്ങളുമായി മനോജ് ശങ്കരൻ ചേരുന്നുണ്ട്. മനോജ്, വിശദാംശങ്ങൾ. സൗമ്യ, വീണ്ടും ഒരു ദാദ്രി സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ മൈൻപൂരിലും ആവർത്തിച്ചിരിക്കുന്നത്. ദാദ്രി ബീഫ് കൊലപാതകത്തിന് പിന്നാലെ ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് ആഗ്രയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള മൈൻപൂരിലാണ് പശുവിനെ കൊന്നെന്നാരോപിച്ച് ഒരു സംഘം യുവാക്കളെ ജനക്കൂട്ടം ആക്രമിച്ചത്. ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിനിരയായി 2 യുവാക്കൾ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ആഗ്രയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള മൈൻപൂരിൽ വെള്ളിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. 4 യുവാക്കൾ ചേർന്ന് പശുവിനെ തൊലി ഉണ്ടെന്ന കിംവദന്തി പരന്നു. ഇതിനെ തുടർന്നാണ് സംഭവത്തിന് തുടക്കമാവുകയും ചെയ്തത്. തുടർന്ന് പെട്ടെന്ന് ഒരു സംഘം ജനക്കൂട്ടം 4 പേരെയും ലക്ഷ്യമാക്കി ആക്രമിക്കുകയായിരുന്നു. ഇവരിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ തന്നെ 2 യുവാക്കളെ പിടികൂടുകയും ഈ പിടികൂടിയ റഫത്ത്, ലാല എന്നീ യുവാക്കളെയാണ് ജനക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത്. എന്നാൽ അത് ചത്ത പശുവായിരുന്നുവെന്നും തൊലി ഒരിച്ചെടുക്കാൻ പശുവിന്റെ ഉടമ അനുവദിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ അതിനെ ശ്രമിച്ചതെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. പോലീസിന്റെ ഈ വിശദീകരണത്തിൽ തൃപ്തരാകാത്ത ജനക്കൂട്ടം വീണ്ടും സംഘടിച്ചെത്തുകയും പോലീസ് സ്റ്റേഷന് നേരെ ആക്രമിക്കുകയുമായിരുന്നു. പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തുകയും സംഭവത്തിൽ 7 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 പോലീസ് വാഹനങ്ങൾക്കും നാട്ടുകാർ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇപ്പോഴും സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. പശുവിന്റേത് സ്വാഭാവിക മരണം തന്നെയായിരുന്നുവെന്നും തുകൽ നിർമ്മാണശാലയിൽ കൊടുക്കാൻ അതിന്റെ തൊലി ഒരുക്കുകയായിരുന്നു യുവാക്കൾ എന്നുമാണ് ആഗ്ര മേഖലയിലെ IG DC മിശ്ര അറിയിക്കുന്നത്. എന്നാൽ ഈ ഗോമാതാവിനെ കൊല്ലാൻ ആർക്കും അധികാരമില്ലെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ജനക്കൂട്ടം ഒന്നടങ്കം എത്തുകയും യുവാക്കൾക്കെതിരെ കനത്ത മർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ 2 യുവാക്കൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട 20 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് IG അറിയിക്കുന്നത്. മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമപ്രകാരം ഈ യുവാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൗമ്യ.